മൂന്നാം നൂറ്റാണ്ടിലെ പുരാതനമായ റോമൻ സാമ്രാജ്യം. ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തി ഒരു വിചിത്രമായ നിയമം കൊണ്ടുവന്നു. സൈനികരിൽ വിവാഹം കഴിക്കുന്നത് കുറ്റകരമായ ശിക്ഷയാണ് എന്നത്. എന്തെന്നാൽ സൈനികരുടെ നിയന്ത്രണവും ഏകാഗ്രതയും വീര്യവും വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഇല്ലാതാകുന്നു എന്നതാണ് ചക്രവർത്തി കണ്ട കുറ്റം. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനുണ്ടായിരുന്നു. അതാണ് സെയിന്റ് വാലന്റൈൻ. അദ്ദേഹം ഈ നിയമത്തെ എതിർത്തു. എന്തെന്നാൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം രഹസ്യമായി സൈനികർക്ക് വിവാഹം നടത്തിക്കൊടുത്തു. ഇത് അറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. അദ്ദേഹം തടവിൽ കഴിയവേ ജയിലറുടെ മകളെ ജയിലർ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്തെന്നാൽ സെയിന്റ് വാലന്റൈൻ ഒരു വിശുദ്ധനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കാഴ്ചശക്തി ലഭിക്കും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലർ തൻ്റെ മകളായ ജൂലിയയെ സെയിന്റ് വാലന്റൈൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ സെയിന്റ് വാലന്റൈൻ ജൂലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ വധശിക്ഷയുടെ ദിവസം വരെ ദൈവത്തോട് സെയിന്റ് വാലന്റൈൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വിശുദ്ധ വാലന്റൈനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ ദിവസം വരെ ആയപ്പോഴത്തേക്കും സെയിന്റ് വാലന്റൈന് ഈ ജൂലിയ എന്ന പെൺകുട്ടിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയും അങ്ങനെ ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം അദ്ദേഹം ഒരു കത്ത് എഴുതി വെച്ചിരുന്നു, അതായത് ഫ്രോം യുവർ വാലന്റൈൻ എന്ന്. അങ്ങനെ ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ കാഴ്ചശക്തി ലഭിക്കുകയും എന്നാൽ ആ കാഴ്ചശക്തി ലഭിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ വധശിക്ഷയുടെ ദിവസമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി കണ്ണു തുറന്നപ്പോൾ കാണുന്ന ആ കത്താണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ആ പെൺകുട്ടി വായിക്കുകയും അതേ ദിവസം തന്നെയാണ് സെയിന്റ് വാലന്റൈനിൻ്റെ ശിരച്ഛേദം നടക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രണയത്തിൻ്റെ വാലന്റൈൻസ് ഡേ ഒരു രക്തസാക്ഷി ദിവസവും കൂടിയാണ്.